നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വിക്രം തന്റെ അമ്മയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാനായിട്ട് വരുവാണ്. അങ്ങനെ വിക്രം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വിക്രത്തിന്റെ കയ്യിലെ വിലങ്ങൊക്കെ പോലീസുകാർ ഒരുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാജേട്ടനും അതുപോലെ ജോസഫും എല്ലാം കൂടെ വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും വിശ്വവും വിനായകനും കൂടെ വന്നു. വിശ്വമൊക്കെ വിക്രത്തെ ചേർത്ത് പിടിച്ച് കരയാണ്. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ വിക്രത്തെ കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് കയറി വരുമ്പോഴത്തേനും അമ്മയുടെ ചേതനയറ്റ ശരീരം അവിടെ കിടക്കുന്ന കണ്ടു. ആ കാഴ്ച വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അപ്പോഴേക്കും നന്ദിനി അവിടെ വന്നിട്ട് കരയുവാണ്. വിക്രം, അമ്മ പോയടാ, എങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കരച്ചിലൊക്കെ പാസ്സാക്കുവാണ്. ആൾക്കാരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട്. വിക്രം ഒന്ന് നോക്കി. അങ്ങനെ ഒരിക്കലും കമലയെ കാണാനായിട്ട് വിക്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. വിക്രത്തിന് കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. താൻ ജയിലിൽ നിന്ന് പുറത്തു വരും, വേദ വരും, ഒരുമിച്ച് സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ജീവിക്കുന്നൊരു സന്തോഷത്തോടു കൂടി എന്തെങ്കിലും ഒരിക്കൽ ജീവിക്കാൻ പറ്റും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വിക്രം ജയിലിൽ കിടന്നേ. പക്ഷെ ആ പ്രതീക്ഷകൾ അസ്തമിച്ചേ. ഏറ്റവും കൂടുതൽ കമല സ്നേഹിച്ച വിക്രത്തെയാണ്. അങ്ങനെ കമലയുടെ കാലിലേക്ക് വീണ് പൊട്ടിക്കരയാണ് വിക്രം. ഏങ്ങടിച്ച് കരയുമ്പോഴത്തേനും മാഷ് പതുക്കെ എഴുന്നേറ്റ് വന്നു. വിക്രത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും വിക്രം അച്ഛൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് കരയാണ്. മോനെ, നീ പോയി കുളിച്ചിട്ട് വാ, നിന്റെ അമ്മയെ യാത്ര അയക്കണ്ടേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം നോക്കി. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ മാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ. മരിക്കുന്നതിന് മുമ്പ് തന്നെ കമല ഇതേ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് ഡ്രൈവർ വരുവാണ്. അപ്പം അയാളാണ് ഈ പറയുന്ന ശ്രീകാന്തിൻ്റെ കുണ്ടുകൾക്ക് വേണം സഹായം ചെയ്ത് കൊടുക്കുന്നത്, ഇവിടുന്ന് വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത്. അയാൾ നേരെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ വരുവാണ്. അപ്പോഴേക്കും അരുണ സിസ്റ്റർ അവിടെ നിൽക്കുന്നുണ്ടു. അരുണ സിസ്റ്ററോട് വന്നിട്ട് ആംബുലൻസ് ഡ്രൈവർ ചോദിച്ചു, അല്ല തരുൺ സാറിൻ്റെ ഭാര്യ മരിച്ചുപോയല്ലേ? മരിച്ചുപോയി. അല്ല ആ കുഞ്ഞും മരിച്ചുപോയെന്ന് കേട്ടു. ആര് പറഞ്ഞു കുഞ്ഞു മരിച്ചുപോയെന്ന്? കുഞ്ഞുണ്ടല്ലോ. അല്ല അപ്പം ആരുടെയോ കുഞ്ഞു മരിച്ചുപോയതാ? അതോ അത് വേറൊരു പേഷ്യൻറ്റിൻ്റെയാ. പെട്ടെന്ന് അരുണ സിസ്റ്റർ അങ്ങനെ പറഞ്ഞു. അതെ, ഈ പേഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ഫോട്ടോ അങ്ങോട്ട് കാണിക്കുകയാണ്. അപ്പോഴേക്കും നോക്കി, അല്ല ഇവരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നേ എന്ന് ചോദിച്ചു. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നാണേ, അവർക്ക് വേണ്ടപ്പെട്ട ഏതൊരു കുട്ടിയാന്ന് പറഞ്ഞു, അവരിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അവർ പ്രസവിച്ചോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി. അയ്യോ അതെ, ഇവരുടെ കുഞ്ഞാളോ മരിച്ചു പോയെന്ന് പറഞ്ഞു. വേദയുടെ ഫോട്ടോയാണ് കാണിച്ചത്. അവരുടെ സിസ്റ്റർക്ക് മനസ്സിലായി ഇത് വേദ പറഞ്ഞ ചിലപ്പം ആ ഗുണ്ടകൾ പറഞ്ഞു വിട്ടിട്ട് ഇയാൾ വന്നിരിക്കുന്നതായിരിക്കും. വേദയുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലോ, അതുകൊണ്ടാണ് പറഞ്ഞേ വേദയുടെ കുഞ്ഞ്, അതായത് ആ പേഷ്യൻ്റ് കുഞ്ഞാൻ മരിച്ചു പോയെന്ന്. ഓ അങ്ങനെയാണല്ലേ. അവരങ്ങോട്ട് പോയി. അപ്പോഴേക്കും അരുണ സിസ്റ്റർക്ക് മനസ്സിലായി ഗുണ്ടകൾ ഇവിടെ തന്നെ ഉണ്ട്. കാരണം വേദയെ ചുറ്റിപ്പറ്റി വേദയുടെ കുഞ്ഞിനെയും വേദയെ ഇല്ലാതാക്കാനായിട്ട് വന്നേക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം അരുണ സിസ്റ്റർ നേരെ വേദയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും വേദ ചോദിച്ചു, എൻ്റെ കുഞ്ഞെവിടെയെന്ന് ചോദിച്ചു. ആ സമയത്ത് അരുണ സിസ്റ്റർ പറഞ്ഞു, അതെ രാധികയുടെ ബോഡി അടക്കം ചെയ്യാൻ പോയപ്പോൾ കുഞ്ഞിനെ അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ആദ്യം എനിക്ക് വേദയോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. വേദ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ വേദ ചെയ്ത ഏറ്റവും ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതെന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞേ? അവരിവിടുന്ന് പോയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതും അരുണ സിസ്റ്റർ പറഞ്ഞു, അതെ ആംബുലൻസ് ഡ്രൈവർ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇയാളെ അറിയുമോ എന്നൊക്കെ. അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുക്കാനെന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ ആംബുലൻസ് ഡ്രൈവറോട് അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക ആ ഗുണ്ടകൾ. അല്ല എന്നിട്ട് സിസ്റ്റർ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു. കുഞ്ഞിനെക്കുറിച്ചൊക്കെ ചോദിച്ചോ? കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചു. എന്നിട്ടോ? അപ്പോഴേക്കാണ് സിസ്റ്റർ ഒന്നും മിണ്ടിയില്ല. അപ്പം എൻ്റെ കുഞ്ഞ് രാധികയുടെ കുഞ്ഞായല്ലേന്ന് ചോദിച്ചു. വേദ ഒറ്റ കരച്ചിലായിരുന്നു. വേദയ്ക്ക് മനസ്സിലായി തന്നെ രക്ഷിക്കാനാണ് അരുണ സിസ്റ്റർ അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം. അതേ സമയത്ത് അങ്ങനെ കമലയുടെ ബോഡി ദഹിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അങ്ങനെ വേണ്ടുന്ന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. വിക്രവും അതുപോലെ ബാക്കി എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞു വന്നു. പൂജാരി പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളും മരണാനന്തര കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുവാണ്. അതിനുശേഷം ബോഡി വേറെ സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം സ്വന്തമായിട്ട് പറമ്പും കാര്യങ്ങളും ഇപ്പോൾ അവർക്കില്ല ദഹിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് പൊതുശ്മശാനത്തിൽ കൊണ്ട് വേണം ദഹിപ്പിക്കാനായിട്ട്. അവിടേക്ക് കൊണ്ടുപോവുക. അങ്ങനെ അമ്മയുടെ ചിതയ്ക്കൊക്കെ തീ കൊളുത്തി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ആകെപ്പാടെ തകർന്നു പോയി. തകർന്ന് നിൽക്കുന്ന മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിക്രം പറഞ്ഞു, ഞാൻ കാരണം സ്വന്തം സ്ഥലത്ത് അമ്മയ്ക്കൊന്ന് അന്തി ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലേ അച്ഛാ, എല്ലാത്തിനും കാരണം ഞാനല്ലേ എന്ന് ചോദിച്ചു. നീ വിഷമിക്കണ്ട മോനെ, അവളെ എവിടെ ദഹിപ്പിച്ചാലും അവൾ ഉറങ്ങുന്ന എൻ്റെ ഈ നെഞ്ചിലായിരിക്കുമെന്നും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അത് കേട്ടതും അച്ഛാന്നും പറഞ്ഞുകൊണ്ട് വിക്രം മാഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം മാഷ് അത്രമാത്രം കമലയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന വിക്രത്തിന് നന്നായിട്ടറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ രാധികയുടെ
ബോഡി അങ്ങനെ ദഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ സ്ഥലത്ത് ശ്മശാനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും സേതുലക്ഷ്മി അമ്മ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്ക് സേതുലക്ഷ്മി അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി തരുണ്. സേതുലക്ഷ്മി പറഞ്ഞു, മോളെ ഇങ്ങ് താട്ട്, ഞാൻ പിടിക്കാൻ പോനെന്ന് പറഞ്ഞു. വേണ്ട, അവൾ എൻ്റെ കയ്യിലിരുന്നോട്ടെ, അമ്മ നടന്നോളാൻ പറഞ്ഞു. സേതുലക്ഷ്മി അമ്മ നോക്കി. കാരണം തരുണിന് അറിയില്ലല്ലോ ഇത് രാധികയുടെ കുഞ്ഞല്ലെന്നുള്ള കാര്യം, വേദയുടെ കുഞ്ഞാന്നുള്ള കാര്യം. തൻ്റെ കുഞ്ഞാണ്. അപ്പോൾ അവളെ ദഹിപ്പിക്കുന്ന സമയത്ത് അവൾ തൻ്റെ കയ്യിലിരിക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അയാൾ മോളെ ചേർത്ത് പിടിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് ആ ടെൻഷനായി കുഞ്ഞിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടറും അരുണ സിസ്റ്ററും കൂടെ അങ്ങോട്ടേക്ക് വന്നു. വേദ പറഞ്ഞു, എന്നാലും എൻ്റെ കുഞ്ഞിനെ. അരുണ സിസ്റ്റർ പറഞ്ഞു, അല്ല ചിലപ്പം തരുൺ സാറിന് തോന്നിക്കാണും സ്വന്തം മോള് കൂടെ വേണമെന്ന്, അതുകൊണ്ടാണ്. ഡോക്ടർ പെട്ടെന്ന് അരുണ സിസ്റ്റർ നോക്കി, അല്ല ഞാൻ പറഞ്ഞേ ഈ തരുൺ സാറിന് അറിയില്ലല്ലോ അവരുടെ കുഞ്ഞല്ലെന്നുള്ള കാര്യം, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഡോക്ടർ പറഞ്ഞു, വേദ ചെയ്ത എന്താണെങ്കിലും ഇത്ര കടന്നു കഴിയാമെന്ന് എനിക്ക് തോന്നേ. ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതുണ്ടായിരുന്നോ? ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ തരുൺ ഈ കാര്യങ്ങളൊക്കെ അറിയില്ലേ? എനിക്കറിയാം മാഡം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷ മാത്രമേ നോക്കിയുള്ളൂ, വേറൊന്നും ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും തരുൺ സാർ എന്താ പറയണമെന്നറിയാവോ? നിങ്ങൾക്ക് പോലീസിൽ അറിയിക്കാൻ മേലായിരുന്നോ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്? അല്ലാതെ ഇങ്ങനെ വളഞ്ഞ വഴിയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ അയാൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലോ? അത് ശരിയാ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. പക്ഷേ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് സുരക്ഷ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ മാഡത്തിന്? ഒരു കാരണവശാലും ഇല്ല. എൻ്റെ കുഞ്ഞിന് സുരക്ഷ കിട്ടാനായിട്ട് പോകുന്നില്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അതാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. തരുൺ സാറിനോട് ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കോളാം. തൽക്കാലത്തേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സേഫ്റ്റി മാത്രം ഞാൻ നോക്കുന്നുള്ളെന്ന് വേദ പറഞ്ഞു. അങ്ങനെ അടക്കമെല്ലാം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പോകാനായിട്ട് ഇറങ്ങുവാണ്. പോലീസുകാരോട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിക്രം യാത്ര പറയാണ് മാഷിനോട് പറഞ്ഞു, അച്ഛനിനി ഇവിടെ നിൽക്കേണ്ട, അച്ഛൻ വിശ്വാൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അത് ശരിയാവില്ലട മോനെ, ഞാനിവിടെ നിൽക്കും. കാരണം ഇനി എൻ്റെ പോരാട്ടം നിനക്ക് വേണ്ടിയിട്ടാണ്. നീ വരുന്ന ദിവസത്തിന് വേണ്ടിയിട്ട്. നീ റിലീസായെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും വേദ വരും. വേദയും കൂടെ വന്ന് ഇവിടെ നമുക്ക് കുറച്ച് ദിവസം താമസിക്കണം, എന്നിട്ട് വേണം എനിക്ക് അവളോടൊപ്പം പോവാനായിട്ട്. ഒത്തിരി കാലം എനിക്ക് അവളെ അവിടെ തനിച്ചിരുത്താനായിട്ട് പറ്റില്ല. എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. അവൾ തനിച്ചല്ലേ ഉള്ളൂ. നീ ധൈര്യമായിട്ട് പോയിക്കോടാ മോനെ. ശങ്കരനാരായണ സാറ് അപ്പീലിന് പോകുന്നുണ്ട് ഹൈക്കോടതിയിൽ. അതുകൊണ്ട് നീ പേടിക്കുമൊന്നും വേണ്ട, നിനക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് വിക്രത്തിനെ നോക്കിക്കൊണ്ട് രാജേട്ടൻ ചോദിച്ചു, വിക്രം വേദ വരും, അവൾ വരും, അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിനെ കൊണ്ട് പോലീസുകാരങ്ങോട് പോയപ്പോൾ നെഞ്ചു പടഞ്ഞ പോലെയാണ് മാഷ് നിൽക്കുന്നത്. അതേ സമയത്ത് വല്ലാത്ത ടെൻഷനോടുകൂടി സേതുലക്ഷ്മി അമ്മ ഹോസ്പിറ്റലിൽ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെയും കൊണ്ട് തരുൺ എന്ത് ചെയ്തു, ടാറ്റു ഒക്കെ അടിക്കുന്നിടത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അതെ, ഇതെൻ്റെ മോളാണ്, ഇവളുടെ കാല് എൻ്റെ നെഞ്ചിനും എപ്പോഴും പതിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. അതായത് ടാറ്റു അടിക്കാനായിട്ട് പോയതാണ്. അത്രയ്ക്ക് ഇമോഷണലായിപ്പോയി തരുണ്. അപ്പം തൻ്റെ കുഞ്ഞാന്ന് വിചാരിച്ചാണ് തരുൺ അങ്ങനെ ചെയ്യുന്നത്. ഇതേ സമയത്ത് സേതുലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതുവരെ ആയിട്ടും കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടില്ല, എവിടേക്കാണ് പോയെന്ന് പോലും അറിയത്തില്ല തരുണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തരുൺ അങ്ങോട്ട് വന്നു. സേതുലക്ഷ്മി അമ്മ ഓടിച്ചു, നീ ഇതെവിടെയായിരുന്നു? വേദ കാത്തിരിക്കുമായിരുന്നു. എന്തിനാ അവള് കാത്തിരിക്കുന്നേ? എടാ അത് പിന്നെ കുഞ്ഞിന് വിശക്കുന്നില്ലേ, പാല് കൊടുക്കണ്ടേ? പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ തരുണിൻ്റെ കയ്യിലേക്ക് കൈമാറി. അങ്ങനെ വേദയുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് ചെല്ലുമ്പോഴത്തേനും കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പെട്ടെന്ന് തന്നെ വേദ പാലൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ പാല് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞുറങ്ങി. ആ സമയം വേദ ചോദിച്ചു, അല്ല അമ്മ ഇതെവിടെയായിരുന്നു ഇത്രയും സമയം? അത് പിന്നെ മോളെ ബോഡി അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ കൊണ്ട് ഒരു ഒറ്റ പോക്കായിരുന്നു തരുണ്. എങ്ങോട്ടാ പോയെന്ന് പോലും എനിക്കറിയില്ല. കുഞ്ഞില്ലാതെ മോളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നേ. അല്ല എവിടേക്കാണ് പോയെന്ന് അമ്മയ്ക്കറിയില്ലേ? അതെന്നോട് പറഞ്ഞില്ല, പിന്നെ ഞാനും ചോദിച്ചതുമില്ല. കുഞ്ഞിനെ പെട്ടെന്ന് മോളുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രപ്പാടിൽ ഞാൻ ഒന്നും ചോദിക്കാനും പോയില്ല. എനിക്കിപ്പോൾ നല്ല ഭയമുണ്ട് ഇതെവിടെ ചെന്ന് എത്തി നിൽക്കുമെന്ന്. അവസാനം മോളുടെ കുഞ്ഞാണ് ഇതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഓർക്കുമ്പോൾ നല്ല ഭയമുണ്ട് എനിക്ക് എന്ന് സേതുലക്ഷ്മി അമ്മ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഞെട്ടലും വേദയുടെ മനസ്സിലുണ്ടായി. കാരണം ഒരു നാൾ എന്തെങ്കിലും ഒരു നാൾ തൻ്റെ കുഞ്ഞാന്ന് അയാൾ അറിയും. പക്ഷേങ്കിൽ അപ്പം അയാളത് ഇങ്ങനെ ഉൾക്കൊള്ളും, തൻ്റെ കുഞ്ഞിനെ വിട്ടു തരുമോ എന്നൊരു ചിന്തയും വേദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.